മദീനയുടെ ഇമാം എന്നറിയപ്പെട്ട മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അരികിൽ ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചുകൊണ്ടൊരാൾ വരികയാണ്. അദ്ദേഹം വന്നിട്ട് ചോദിക്കുന്നത്, ഞാൻ എവിടെ നിന്നാണ് ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് എന്നാണ്. ആ സന്ദർഭത്തിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നിശ്ചയിച്ചു തന്ന മീഖാത്തിൽ നിന്നാണ് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. അത് മദീന പള്ളിയിൽ നിന്ന് കുറച്ച് യാത്ര ചെയ്ത ശേഷമാണ് ആ മീഖാത്ത് ഉണ്ടാവുക, നമുക്കറിയുന്നതാണ്. ആ സന്ദർഭത്തിൽ ആ മനുഷ്യൻ പറയാണ്, ഞാൻ ഈ വിശുദ്ധമായ മദീന പള്ളിയിൽ നിന്നു തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. ആ സന്ദർഭത്തിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലാ തഫ്അൽ, നീ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഫഇന്നി അഖ്ഷ അലൈക്കൽ ഫിത്ന, നിന്റെ കാര്യത്തിൽ ഞാനൊരു ഫിത്നയെ പേടിക്കുന്നുണ്ട്. ആ സമയത്ത് ആ മനുഷ്യൻ ചോദിക്കുകയാണ്, ഫഖാല അയ്യു ഫിത്നത്തിൻ ഹാദിഹി, ഇതെങ്ങനെയാണ്, ഇതെന്ത് ഫിത്നയാകാനാണ്, ഇതെങ്ങനെയാണൊരു ഫിത്നയാകുന്നത്? ഇന്നമാഹിയ അംയാലുൻ അസീദുഹ, ഞാൻ കുറച്ചുകൂടി മൈല് അധികം ഇഹ്റാമിൽ പ്രവേശിച്ച് യാത്ര ചെയ്യുകയല്ലേ. ആ സന്ദർഭത്തിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വ അയ്യു ഫിത്നത്തിൻ അഅളമു മിൻ അൻ തറ അന്നക സബഖത് ഇലാ ഫളീലത്തിൻ ഖസ്സറ അൻഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ഒരു കാര്യത്തെ ശ്രേഷ്ഠമായി കാണുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അങ്ങനെ പഠിപ്പിക്കാതിരിക്കുകയും ചെയ്തൊരു കാര്യത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര വേണ്ട എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ നീ അതിനെ ശ്രേഷ്ഠമായി കാണുന്നുവെങ്കിൽ അതിനേക്കാളും വലിയ എന്ത് ഫിത്നയാണ് ഉണ്ടാകുന്നത്. എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തു നൂറിലെ 63-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗം അദ്ദേഹം ഓതി കേൾപ്പിച്ചു. ഫല്യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കൽപ്പനയ്ക്ക് വിരുദ്ധം പ്രവർത്തിക്കുന്നവർ വലിയ ഫിത്നയും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വേദനാജനകമായ ശിക്ഷയും അവരെ പിടികൂടുന്നത് കാത്തുകൊള്ളട്ടെ എന്ന വചനം അദ്ദേഹം ഓതിക്കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, എത്ര ഗൗരവത്തോടു കൂടിയാണ് ദീനിലില്ലാത്ത ഒരു കാര്യത്തെ, ഒരു ബിദ്അത്തായ കാര്യം ഒരാൾ നന്മയല്ലേ എന്ന് പ്രവർത്തിച്ച് എന്ന് ചിന്തിച്ച് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം ചെയ്യാൻ പറഞ്ഞ, അതിനാഗ്രഹം പ്രകടിപ്പിച്ച ഒരാളെ എത്ര ഗൗരവത്തിലാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തിരുത്തുന്നത്. ഞാൻ നിന്റെ കാര്യത്തിൽ ഫിത്ന പേടിക്കുന്നുണ്ട്, അള്ള പറഞ്ഞ ഫിത്ന, റസൂലിൻ്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കുന്നവർക്ക് വരുമെന്ന് പറഞ്ഞ ആ ഫിത്ന നിനക്ക് വരുമോ എന്ന ഭയം എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, ബിദ്അത്ത് എത്ര ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ഖുതുബ തുടങ്ങിയതും ബിദ്അത്തിൻ്റെ ഗൗരവത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്.